എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. വായന ചെറുപ്പം മുതൽ തന്നെ നിങ്ങൾ ശീലമാക്കുക. അതൊരു ജീവിത ശൈലിയായി തന്നെ തുടരുകയും ചെയ്യണം. ഇന്ന് ഒരുപാട് സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വായനയിലൂടെ മാത്രമാണ് നമുക്കത് സ്വായത്തമാക്കാൻ കഴിയുന്നത്. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെല്ലാവരും വായിച്ചു തുടങ്ങും. കൂടെ വേദിയിലുള്ള സഹപ്രവർത്തകർ, നമ്മുടെ എല്ലാം ബഹുമാന്യായ അച്ഛൻ വാസന്തി ടീച്ചർ, വായനയുടെയും പുസ്തകത്തിൻ്റെയും സാരസ്വതങ്ങൾ വായനക്കാരിലേക്ക് വല്ലാത്തൊരു പ്രസരിപ്പോടെ തീവ്രമായി പകർന്ന് കയറുന്ന ഒരു ദിനത്തിൻ്റെ യാഥാർത്ഥ്യമാനമായ സ്മരണ കൂടിയാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സായിരുന്ന ശ്രീ പി എൻ പണിക്കരുടെ സ്മരണ ദിനം കൂടിയാണ് ഇന്ന്. വായന എന്ന് പറയുന്നത് മനുഷ്യനെ സ്വയം തിരിച്ചറിയാനുള്ള ഏറ്റവും ആന്തരികവും പ്രകടവുമായ ഒരു സംവിധാനമാണ്. വായനാ ദിനമാണ്. അത് 25-ാം തീയതി എന്നുള്ളത് ഇപ്പോൾ ജൂലൈ 7 വരെ നീട്ടിക്കും. പത്രാധിപരും എഴുത്തുകാരനുമായിരുന്ന IV ദാസിന്റെ ജന്മദിനമാണ് ഈ പറഞ്ഞ ജൂലൈയിൽ. അതുവരെ നമ്മുടെ വായനാ ദിനാചരണം നീട്ടാനുള്ള സർക്കാരിന്റെ തീരുമാനമായിരുന്നു. തുടക്കമുത്സവം പഠിപ്പൊരുത്സവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം. ഓരും ആകാശതീരമേറി പറന്നിടാൻ കൂട്ടരേ. ചേരും പാഠങ്ങളായി പകർന്ന് ചിറകു വീശിടാമൊന്നുപോൽ. തെളിയുക മിഴി പൊഴിയുക മൊഴി നേരറിഞ്ഞു നേരെ നീങ്ങിടാം. തുടക്കമുത്സവം പഠിപ്പൊരുത്സവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം സുന്ദരം. മറ്റു പ്രിയമുള്ള സുഹൃത്തുക്കൾ, എനിക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രീ പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ഇന്നത്തെ ദിവസത്തിന്